പുസ്തകം കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അത് ആ ഭാഗത്ത് തുടരില്ല. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകത്തിന് പറയുന്ന ഒരു പേരാണ് നിവൃത്തിയുടെ പുസ്തകം. ഇനി അതിനകത്ത് ആത്മീക വശങ്ങളുണ്ട്. ദൈവം എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ആരംഭിച്ചിരിക്കുന്നു എങ്കിൽ അതിനൊരു അവസാനമുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ആത്മീകമായി ചിന്തിച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളെയും ആത്മീകമായി തൊട്ട് പോകത്തില്ല. നിങ്ങൾ അങ്ങോട്ട് അവയെ ചിന്തിച്ചുകൊള്ളണം. അവയെ നമ്മുടെ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ അവൻ എന്ത് ആരംഭിച്ചാലും അതിനെ പൂർത്തീകരിക്കും. അവയെ പൂർത്തീകരണമില്ലാതെ കിടക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത്. പൂർത്തീകരിക്കാത്ത ഒരു ദൈവമല്ല നാം ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മുടെ ആരംഭങ്ങൾ നമ്മളെ കൊണ്ട് ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിച്ചു തരുന്ന ഒരു ദൈവം തന്നെയാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന് നിവൃത്തിയുള്ള പുസ്തകം എന്ന് പറയും. രണ്ടാമത്, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് പ്രവചന പുസ്തകമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ ശുദ്ധമായി പഠിപ്പിച്ചു. പഴയ നിയമത്തിനകത്ത് 17 പ്രവചനങ്ങൾ നിൽക്കുന്നുണ്ട്. പുതിയ നിയമത്തിനകത്ത് ആകെ ഒരൊറ്റ പ്രവചന പുസ്തകമേ ഉള്ളൂ. ആ ഒരൊറ്റ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. ഈ പ്രവചന പുസ്തകം എന്ന് പറയാൻ കാരണം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന സകല പ്രവചനങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. പറഞ്ഞാട്ടെ. നോക്കൂ, 66ാമത്തെ പുസ്തകം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായ 341 പ്രവചനങ്ങൾ ഇനി നിവർത്തിക്കപ്പെടാൻ കിടക്കുകയാണ്. കേവലം 10 പ്രവചനങ്ങൾ മാത്രമേ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നിവർത്തിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനി 341 പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടാൻ കിടക്കുകയാണ്. അത്രമാത്രം 351 പ്രവചനങ്ങൾ ടോട്ടൽ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയും. അത് 7 സോദരങ്ങളുടെ ബന്ധത്തിലും അല്ലാതെ തന്നെ സ്വന്തം അങ്ങോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച്, കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച്, അന്യക്രിസ്തുവിന്റെ ഭരണത്തെ കുറിച്ച്, പീഡനത്തെ മഹാപീഡനത്തെ കുറിച്ച്, പിന്നെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച്, തേജസ്സിന്റെ സിംഹാസനത്തെ കുറിച്ച്, 2 യുദ്ധങ്ങളെ കുറിച്ച്, സിംഹാസന ന്യായവിധിയെ കുറിച്ച്, പുതിയ ദർശനം, പുതിയ ഭൂമിയെ കുറിച്ച്, സ്വർഗത്തിലെ ജീവവൃക്ഷ, ജീവനദി, ഇതിനെ കുറിച്ചെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകത്തിന് പ്രവചന പുസ്തകം എന്നും ഒരു പേരുണ്ട്. ഒക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായി, ഈ പുസ്തകത്തിന് ഞാനൊരു പഠിപ്പിക്കുന്ന ഒരു പഠന ക്ലാസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായി നമ്മൾ ഒത്തിരി ചിന്തിച്ച് പഠിച്ചു പോകുമായിരുന്നു. നമുക്കിപ്പോൾ സഭയ ആരാധനയായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒന്നുമില്ലാതെ നമ്മൾ പോകുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ഇതിനകത്തൊരു സത്യമായി ഈ പ്രവചന പുസ്തകത്തിൽ നമ്മെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് കൂട്ടാനോ കുറയ്ക്കാനോ പ്രമാണമില്ല. ബൈബിളിൽ 3 ഭാഗത്ത് അങ്ങനെ നമുക്ക് കാണുവാനായി കഴിയും. ഈ ബൈബിളിനകത്ത്, ടോട്ടൽ ബൈബിളിനകത്ത് 66 പുസ്തകത്തിനകത്ത് 3 വാക്യങ്ങൾ മാത്രമേ അങ്ങനെയുള്ളൂ. അതിൽ ഒരു വാക്യം വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കണം. ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകം വളരെ ശക്തമായി താക്കീത് തരുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞത് 3 വാക്യങ്ങൾ, 3 മാത്രമേ പുസ്തകത്തിന് ഇതിലൂടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുള്ളത്. മറ്റു 2 വാക്യങ്ങളുടെ തരം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം, സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യം. ഈ 2 വാക്യങ്ങൾക്ക് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. നോക്കൂ, ഇവിടെ പറയാണ്, ഈ പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്താൽ ഇതിലെഴുതിയിരിക്കുന്ന സകല ബാധകളും അവന് വരും.
അപ്പോൾ ഇതിൽ ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പ്രമാണമില്ല. ഈ ബൈബിളിലെ കൂട്ടാനും കുറയ്ക്കാൻ നമുക്ക് എന്തില്ല, പ്രമാണമില്ല. റോമൻ കത്തോലിക്കർ ഇതിനെ കൂട്ടിയിട്ടുണ്ട്, കുറച്ചിട്ടുമുണ്ട്. അത് അവരുടെ ഒരു പ്രത്യേക കത്തറിയിൽ തന്നെ അവർ കുഴപ്പക്കേടുകൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടിപ്പോൾ കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് കൂട്ടുവാനും കുറയ്ക്കുവാനും പാടില്ല. കാരണം ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന സകല കാര്യങ്ങളെയും നമ്മെ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു മനോഹര ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ആരും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ഇനി ഒരു കാര്യം ഞാൻ 7 പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുക. മൂന്നാമതായി ഈ പുസ്തകത്തിന് വളരെ കൂടുതൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഏഴുകളുടെ പുസ്തകം. ഏഴുകളുടെ പുസ്തകം എന്ന് ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നു. 7 എന്ന സംഖ്യക്ക് വളരെ പ്രാധാന്യമുണ്ട്. ബൈബിൾ പ്രകാരം പഠിച്ചാൽ 7 ഒരു പൂർണ്ണതയുള്ള സംഖ്യാക്രമമെന്ന് ഞാൻ അതിനെ ശ്രോതാക്കൾ പൊട്ടുവിടുന്നില്ല. നോക്കൂ, അതിൽ ഇത്തിരി മാത്രം പറയാം. നമ്മള് ഉൽപ്പത്തി പുസ്തകം 2-ാം 3-ാം വാക്യം, 20-12 തുടങ്ങി 6-3 തുടങ്ങിയ വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ 3 എന്നത് ദൈവികമായ സംഖ്യയും 4 എന്നത് ഭൗതികമായ സംഖ്യയുമായി നമുക്ക് കാണുവാനായി കഴിയും. അങ്ങനെ 4ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 7. അതുകൊണ്ട് 7നെ ഒരു പൂർണ്ണ സംഖ്യ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. 7 എന്നതിന് ഭയങ്കര പ്രാമുഖ്യമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കണമെങ്കിലും ഞാൻ സ്വതന്ത്രിലേക്ക് പോകുന്നു. ഈ പുസ്തകത്തിന് പൊതുവെ 7കളുടെ പുസ്തകം എന്ന് പറയും. എന്തുകൊണ്ടാണ് 7കളുടെ പുസ്തകം എന്ന് പറയാൻ? വേദപുസ്തകത്തിനകത്ത്, ബൈബിളിനകത്ത്, വെളിപ്പാട് മാത്രമല്ല, ബൈബിളിനകത്ത് അനേക 7കളെ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്വന്തം ഉദാഹരണം 7 ശബത്ത് നമുക്ക് കാണുവാനായി. ശബത്ത് 7-ാം ദിവസം എന്ന് തുടങ്ങി ഇങ്ങനെ നമുക്ക് പഴയത് മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ കാണുവാൻ കഴിയുന്ന വെളിപ്പാട് പുസ്തകത്തിനകത്ത് അനേക 7കൾ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ പുസ്തകത്തിനകത്ത് തന്നെ അനേക 7കൾ നിൽപ്പുണ്ട്. 1, 2, 3, 5 അല്ല, ഒത്തിരി 7കൾ നിൽക്കുന്നുണ്ട്. 1-2 വാക്യം വായിച്ച് നമുക്ക് 3-ാം 4-ാം വാക്യം. 7 സഭകൾ 14-ാം വാക്യം, 13-ാം വാക്യം, 7 പൊണ്ണുകൾ 16-ാം വാക്യം, 7 നക്ഷത്രം. ഇങ്ങനെ 7 സഭ, 7 നിലവിളക്ക്, 7 നക്ഷത്രം, എന്നിങ്ങനെ തുടങ്ങി 7 മുദ്ര, 7 കാഹളം, 7 ഭൂതകലശം, ഇങ്ങനെ നിരവധി 7കളെ ഈ പുസ്തകത്തിനകത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിനെ വിളിക്കുന്നൊരു പേരാണ് 7കളുടെ പുസ്തകം. എന്തുകൊണ്ടാണ്? അനേക 7കൾ ഇതിനകത്ത് നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തുടർന്ന് പോകുന്നത്. വിവരിക്കുന്നില്ല, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മുമ്പിലൂടെ പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ധാരാളം 7കൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിന് എന്ത് പറയുന്നു? 7കളുടെ പുസ്തകം എന്ന് പറയുന്നു. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കപ്പെടി ഭാഗവസം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേദത്തിൽ സംഭവിക്കാറുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് അത് യോഹന്നാന് എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ വെളിപ്പാട് കഴിഞ്ഞയാഴ്ച ചോദിച്ചു, ഇത് യേശുക്രിസ്തുവിന്റെയാണ്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥം യേശുക്രിസ്തുവിന്റെയാണ്, എഴുത്തുകാരൻ മാത്രമാണ് യോഹന്നാൻ. ആമേൻ. യോഹന്നാനാൽ എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ വിവിധ നിലയിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ബൈബിളിന്റെ അകത്തിന്റെ യേശുക്രിസ്തുവിനെ നിരവധി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത്.
ഇടത്ത് നമുക്ക് യേശു ക്രിസ്തുവിനെ വ്യത്യസ്ത നിലയിൽ കാണുവാനായി കഴിയുന്നു. അവനെ നിത്യനായ രാജാവായി സ്വാഭാവികമായി ആ ബൈബിൾ പുസ്തകം പഠിക്കുമ്പോൾ 13 വാക്യത്തിൽ 14 വാക്യത്തിൽ അത് കാണുന്നുണ്ടെങ്കിൽ ബൈബിളിൽ പൗലോസിലേക്ക് പറഞ്ഞ കാര്യമുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പദവിയാണെങ്കിലും അവൻ നിത്യ രാജാവാണെന്ന് പൗലോസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നമ്മുടെ യേശു ക്രിസ്തു ആരാണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചു. അതിന്റെ 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി പൗലോസ് തന്നെ വരച്ചു കാണിച്ചിരിക്കുക യേശു ക്രിസ്തു ആരെ ഒന്ന് വായിച്ചട്ടെ. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും വിളിക്കപ്പെടുന്ന എന്തൊക്കെ നാമമുണ്ടോ ആ എല്ലാ നാമത്തിനും മീതെ അത്യന്തം മീതെ ഇരുത്തുകയും എന്ത് ചെയ്തു. എന്നിട്ട് സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ച് എല്ലാം ഇപ്പോൾ അവന്റെ കാൽ കീഴാണ്. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി അവനെ ആരെ യേശുവിനെ എല്ലാറ്റിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നത് സഭയെ. അതുകൊണ്ടാണ് സഭ കൃപാവരങ്ങളിലൊക്കെ ശക്തമായി ജ്വലിക്കുന്നത്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ സഭയായ അവയെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കരമേൽക്കുന്ന സ്വന്തം പറഞ്ഞാണ്. ഇനിയും പറഞ്ഞാൽ യേശു ക്രിസ്തു അവനെ ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുക. അല്പം കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശുവിനെ തന്നിരിക്കുക. കരമേൽക്കുന്ന സ്വന്തം പറഞ്ഞാണ്. ലോകത്തിൽ എനിക്കാരുമില്ലെന്ന് ദൈവം ലോകത്തിൽ പലരും പറയാം. പക്ഷെ ദൈവമക്കൾ ഒരിക്കലും അങ്ങനെ പറയരുത്. ലോകത്തിൽ ഉള്ളവർക്ക് ആരുമില്ല എന്ന് ശരിയാ. പക്ഷെ എനിക്കും നിങ്ങൾക്കും ഒരുവനുണ്ട്. അത് 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ച് 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നടക്കുന്ന ഒരു കർത്താവ്. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. അവൻ ഇരിക്കുന്നവനാണ്, ഇരുന്നവനാണ്, വരുന്നവനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവത്തെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹത്വരായ കർത്താവിനെയാണ് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുക. അതുകൊണ്ട് ദൈവസഭ തിരിച്ചറിയണം, ഞാൻ ഏകനല്ല, ഏകയല്ല, എന്റെ കൂടെ ഒരുവനുണ്ട്. അവൻ യോഹന്നാൻ പറഞ്ഞ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കാരവേദനയുടെ സ്വന്തം അറിയാൻ പറ്റും. ഇന്ന് മനുക്കാലം ആത്മാവിൽ നിന്ന് അതുമായി ദൂരത്തിലേക്ക് പോകണം ആഗ്രഹമുണ്ട്. പക്ഷേ വിഷയത്തിലേക്ക് വരണമല്ലോ. ഞാൻ പറയട്ടെ, സ്വപ്നങ്ങളിലെ ദൈവമക്കളെ, ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം പരാജിതനല്ല, ജയാളികളാണ്. പരാജയപ്പെടുത്താൻ സന്തോഷമില്ല. പരാജയപ്പെടുത്തി കളഞ്ഞ് തകർത്ത് കിടന്നാൽ പല വഴികൾ നമുക്ക് തുറന്നു വരുമെങ്കിൽ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു കർത്താവ് ഇന്ന് വന്നിരിക്കാതെ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നാം ഒറ്റയ്ക്കല്ല, നമുക്കൊരു വിജയമുണ്ട്. അവിടെ പറയുന്നു യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. വേഗത്തിൽ സംഭവിക്കുമ്പോൾ തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത് അത് യോഹന്നാൻ പ്രദർശിപ്പിച്ചു. നോക്കൂ, ഈ വെളിപ്പാട് എപ്പോഴോ സംഭവിക്കേണ്ടതല്ല, വേഗത്തിൽ സംഭവിക്കുവാനുള്ളതാണ്. സ്വന്തം പറഞ്ഞാണ് നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു. മത്തായി സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ താഴെ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട്
നിങ്ങൾ ഉണർന്നിരിക്കണം. കരമേൽക്കുന്ന സ്വന്തമാണ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. അവൻ ഈ കാര്യം നടക്കാൻ പോകുന്നത് വേഗത്തില. നമ്മുടെ പ്രാമേ കർത്താവ് എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഏത് യാമത്തിൽ വരുമെന്നോ, ഏത് നാഴികയിൽ വരുമെന്നോ, ഏത് ദിവസം വരുമെന്നോ നിങ്ങൾക്കറിയായതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. അടുത്ത് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുകാർക്ക് അറിയാമെങ്കിൽ അവർ ഉണർന്നിരിക്കുമായിരുന്നു. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രനും വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. കരവേണ്ടത് സ്വപ്നമാണ്. കള്ളൻ അമേ വരുന്നത് എപ്പോഴും നിങ്ങൾക്കറിയില്ല. അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവൻ വന്ന് വീട് തുറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണർന്നിരിക്കും. അല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കള്ളനെ പോലീസ് പിടികൂടിയിരിക്കുക. അവൻ കള്ളനായിരുന്നവല്ല, അന്ന് ഇപ്പോഴത്തേക്ക് കള്ളനായില്ല. അവന്റെ ഭാര്യ ഗർഭിണി ജോലിയാണ്, നേഴ്സാ. 2 ലക്ഷം രൂപ വീതം അമ്മയെ ഒരു ആഡംബര സ്ഥലം മേടിച്ചു, ആഡംബര വീടൊക്കെ വെച്ചു. ലോണ് 2 ലക്ഷം രൂപ ചടക്കണം. ആ 2 ലക്ഷം രൂപ അവിടെ നടന്ന മാസം അയച്ചു കൊടുക്കുന്നു. കൂടാതെ ഇവര് അമ്മയെ ഇവിടെ വിലസാൻ വേണ്ടി ഒറ്റയ്ക്കുള്ളൂ. ഇവരെ വിലസാൻ വേണ്ടി അവിടെ 40,000 രൂപ കൊടുക്കുന്നു. അങ്ങനെ 2,40,000 രൂപ അവൻ എല്ലാ മാസവും അവനിവിടെ അയച്ചു കൊടുക്കുകയാണ്. 2 ലക്ഷം രൂപ ഇവൻ അമേശ്വരനെ അടയ്ക്കും, എന്നിട്ട് 40,000 രൂപ. പക്ഷെ പിന്നീട് എന്തെന്നറിയാമോ? ഇവൻ ആളുകളോടെല്ലാം കടവച്ചുകൂടെ ഭയങ്കര സുഖലോലുമായി ജീവിക്കാൻ തുടങ്ങി. 10-45 ലക്ഷം രൂപയുടെ കടക്കാരനായി മാറി. കടം പിടിച്ചു. മലയാളികൾ അറിയാമോ പറയുന്നത്? കടം പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ നാട്ടിലോട്ട് വരാൻ അമ്മേന് സമയമായി. നാട്ടിൽ വരുമെന്ന് മനസ്സിലായപ്പോ ഇനിയിപ്പോൾ അവൾ വന്ന് കണക്ക് ചോദിച്ച കണക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഇവരൊരു തന്ത്രം ചെയ്തു. ഒരു ബാങ്ക് കൊള്ള ചെയ്യാം. അതിനുവേണ്ടി ഒരു ദിവസം ബാങ്കിലോട്ട് പോയി പണിയൊരു ഗ്രാമേ കാടും കൊണ്ടുപോയി അവിടെ ചെന്നെടുത്തുകൊണ്ട് അതിന്റെ എല്ലാം പരിപാടിയൊക്കെ നോക്കിയിട്ട് ഒരു ദിവസം കൊത്തി തുറന്ന് പണമെടുത്തു. അവയെ പണമെടുത്തു. അവയെ പല പ്രാവശ്യം ബാങ്കിൽ ഇതിനിടയ്ക്ക് വേഷം മാറിയാ പോയത്. എന്നാ മോഹമൊക്കെ മൂടിയ പോയത്. പക്ഷെ ഇവ പോയപ്പോൾ എല്ലായ്പ്പോഴും ഇട്ടിരുന്ന ഷൂ ഒന്ന് തന്നെയാണ്. പോലീസിന് എളുപ്പമായി. 3 പ്രാവശ്യം പോലീസ് CCTV ശ്രദ്ധിച്ചപ്പോൾ 3 പ്രാവശ്യവും വേഷം അറിയാം, പക്ഷേ ഷൂ ഒന്ന് തന്നെ. അവർക്ക് കള്ളനെ പിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. ഈ ആധുനിക കാലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ള ദൈവമക്കൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലഘട്ടത്തെ നമ്മളുടെ കള്ളൻ വരുന്നു എന്നറിഞ്ഞാൽ നമ്മൾ അവൻ ആ രീതിയിലൊക്കെ ഇരിക്കും. എന്നാൽ അതുപോലെ യേശു എപ്പോഴാണ് വരുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുന്ന കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുക. പത്രോസ് എന്താ പറഞ്ഞിരിക്കുക? 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും 14-ാം വാക്യവും ഒന്ന് വായിച്ചാണ്. കർത്താവിന്റെ ദിവസവും കള്ളനെ പോലെ വരുന്നു. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ വെന്തുപോകും. ശരിയും. അടുത്തത് ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ള 13-ാം വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കും. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വേദത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ
ഇതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വേദത്തിൽ സംഭവിക്കാനിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ സഭ എല്ലാറ്റിന്റെയും നിറമായിരിക്കുന്ന ക്രിസ്തുവിന്റെ സഭ വളരെ ഉണർവുള്ള ഈ ദിവസങ്ങളിലായിരിക്കണമെന്നാണ് ആത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നത്. എങ്ങനെ ഇരിക്കണം? കറയും കളങ്കവുമില്ലാതെ വിശുദ്ധിയോടെ ഈ ദിവസങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങണമെന്ന് ഇത് പകൽക്കാലം ദൈവാത്മാവ് വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തുകയാണ്. അങ്ങനെ ഓരോ വാക്യമായി എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, എങ്ങനെ പോകുന്നു പോവുകയാണ്. നോക്കൂ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേദത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് അവനത് യോഹന്നാന് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞാണ് ആരാണ് ദാസന്മാർ? വേദപുസ്തകത്തിൽ 2 വാക്യവും അതിന് തെളിവായിട്ടുണ്ട്. ഞാൻ ഒരു വാക്യം തന്നു പോവുകയാണ്. നാം തന്നെയാണ്. വിവേചനത്തിന്റെ ലേഖനം 6-ാം അധ്യായം അതിനെ 6-ാം വാക്യം ഒന്ന് വായിച്ചാണ്. 6:6 സേവയാറില്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ സഭയോട് പറയുകയാണ് ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ എന്ന് പറഞ്ഞാൽ സഭയോടാണ് പറയുന്നത്. നിങ്ങൾ ആരാണ്? ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. സ്തോത്രം പറഞ്ഞാണ്. അപ്പോ ഈ സംഭവങ്ങളെല്ലാം യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുക്കാൻ കാരണം ഞാനും നിങ്ങളും അറിയേണ്ടതിനാണ്. സ്തോത്രം പറഞ്ഞാണ്. നമ്മളെല്ലാം ഈ കാര്യം വളരെ വ്യക്തമായി അറിയണം എന്ന് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം ആഗ്രഹിച്ചു. അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാണ്? ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ക്രിസ്തുവിന്റെ ദാസന്മാരെ നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രമാണ്. ക്രിസ്തു നിങ്ങൾ 5-ാം വാക്യം അവിടെ ഒരു വാക്യമുണ്ടല്ലോ. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ദാസന്മാർ ക്രിസ്തുവിൽ സ്വതന്ത്രര. പക്ഷെ അവന്റെ വേദനയോട് ബന്ധത്തിൽ വരുമ്പോൾ ഇന്ന് നോക്കിയാൽ ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളുമെല്ലാം ദാസന്മാരാണെങ്കിൽ ദാസന് ജോലിയുണ്ട്. ദാസന് ചുമ്മാതിരുന്ന് തിന്നാനൊന്നും പറ്റത്തില്ല. ദാസൻ വേലയെടുത്തേ പറ്റത്തുള്ളൂ. എന്നാൽ അവന്റെ വേലയോടുള്ള ബന്ധത്തോട് അവനോടുള്ള ബന്ധത്തിൽ നമ്മൾ അടിമയും കൂടെയാണ്. നോക്കൂ, ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി തന്റെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ വേലയോടുള്ള ബന്ധത്തിൽ നാം അവന്റെ അടിമ കൂടിയാണെന്ന് മറന്നു പോകരുത്. അവന്റെ മുഖത്തെങ്കിലും കൂടിയാണ് എന്ന് നാം മറന്നു പോകരുത്. പടിനിമത്തിൽ പുറപ്പാട് പുസ്തകം പഠിച്ചാൽ ഒരു അടിമ യജമാനെ സ്നേഹിച്ചുകൊണ്ട് അവന് പോകേണ്ട കാലം വരുമ്പോൾ പോകാൻ അനുവാദമുണ്ടായിട്ട് അവൻ പോകാതെ ഞാൻ നിന്നെ സേവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ ആ അടിമയെ കെട്ടിടക്കാരാൽ കൊണ്ട് നിർത്തി അവന്റെ കാതിനെ കുത്തിയൊരു ദൂരമിടും എന്ന് പറയാൻ ഞാൻ നിന്നെ വിട്ടു പോകുന്നില്ല, ഞാൻ നിന്റെ അവയെ വ്യക്തിയായി ഇന്നും ഇരുന്നുകൊണ്ട് നിന്നെ സേവിച്ചു കൊള്ളാമെന്ന് ഇന്ന് പകൽക്കാലം ലഭിക്കുന്ന ദൈവസഭ തിരിച്ചറിയണം. എന്നെയും നിങ്ങളെ കർത്താവ് ഈ നാമത്തിൽ നിന്ന് രക്ഷിച്ച് രാജ്യത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ നാം അവന്റെ ദാസന്മാരുണ്ടെങ്കിൽ അവന്റെ ആവേശത്തെ ഇഷ്ടം ചെയ്യുവാനുള്ള അവന്റെ ദൗത്യം വഹിക്കാനുള്ള അവയെ ദാസന്മാരാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ തന്നെ അവരെ വിട്ടു മാറാൻ അവരെ പിന്തുടർന്നവരാകുക ആവേശം അവരുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നവരുമായി തീരണം. കരവേൽക്കുന്നവരുടെ സ്തോത്രം പറയാൻ പറ്റും. സ്തോത്രം ഉണ്ടാവട്ടെ. ഞാൻ ഈ പറഞ്ഞ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 5-6 വാക്യങ്ങൾ നിങ്ങൾ വേണ്ടി പോയി പഠിച്ചാൽ കാണുവാൻ കഴിയും. നോക്കൂ, അങ്ങനെ തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൂതൻ മുഖാന്തരം അത് യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ യോഹന്നാന് പ്രദർശിപ്പിക്കപ്പെട്ട വെളിപ്പാട് ദൂതൻ മുഖാന്തരമാണ്. യോഹന്നാനടക്കം 5 കരങ്ങളിൽ ഈ പുസ്തകം നിൽക്കുക. ഒന്നാമതായി പഠിച്ച ഇത് പിതാവായ ദൈവത്തിന്റെ കരത്തിലിരുന്നതാണ്. പിതാവിൽ നിന്ന് അവേശത്വം പുത്രനിലേക്ക് അവേശത്വം വന്നു.
പുത്രനിൽ നിന്ന് ഹല്ലേലൂയ അടുത്ത സ്തോത്രം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ ദൂതൻ വന്നു. ഹല്ലേലൂയ. അപ്പൊ പിതാവിൽ നിന്ന് യേശുവിന്, യേശുവിൽ നിന്ന് അടുത്ത ദൂതനിൽ നിന്ന് യോഹന്നാനിൽ നിന്നാണ് തന്റെ ദാസന്മാർക്ക് ലഭിക്കുന്നത്. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ കയ്യിൽ എത്തിയത് നമ്മുടെ 5ാമത്തെ കൂട്ടര സ്തോത്രം. അങ്ങനെ ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. വേദം പറയുന്നു സ്തോത്രം. അത് താൻ കണ്ടത് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസൻ യോഹന്നാൻ അവൻ ദൈവത്തിന്റെ പകരം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിച്ചത് യോഹന്നാൻ. ആ യോഹന്നാൻ കണ്ടതൊക്കെ എന്ത് ചെയ്തു? സാക്ഷീകരിച്ചു. ബൈബിൾ പഠിച്ചാൽ യോഹന്നാൻ പത്മോസിൽ തന്നെയാകുന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവ വചനവും നിമിത്തമാണ്. 1-9 വാക്യം. ഹല്ലേലൂയ. വായിച്ചട്ടെ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം പത്മോസിലായി. ഇതിന് ധാരാളം തെളിവുകൾ നിർത്താറുണ്ട്. സ്വന്തം ഞാൻ അങ്ങ് പറഞ്ഞു വിടുകയാണ്. യോഹന്നാൻ ശരിക്കും കർത്താവിനെ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിന് 35-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്ന് വായിച്ചട്ടെ. യോഹന്നാൻ 19:35. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് അവയെ താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. കരമേൽക്കുന്ന സ്വന്തം പറഞ്ഞാണ്. ഞാൻ ചുരുക്കി പറയട്ടെ. യോഹന്നാൻ ഇതൊക്കെ കണ്ടവനാണ്. യേശുവിന്റെ പങ്കപ്പാടുകൾ കഷ്ടതകളെല്ലാം യോഹന്നാന് നന്നായിട്ടറിയാം. പത്മോസിൽ വെച്ചാണ് വചനം കിട്ടുന്നത്. പക്ഷേ ക്രിസ്തുവിന്റെ സാക്ഷ്യം അവൻ അതിന് മുമ്പേ ഉണ്ട്. കരമേൽക്കുന്ന സ്വന്തം പറഞ്ഞാണ്. ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷി എന്നാണ് നമുക്ക് യോഹന്നാൻ ലേഖനത്തിലൂടെ ചൂണ്ടത്. അങ്ങനെയൊക്കെ താൻ കണ്ട താൻ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. താൻ കണ്ടതിനെ അവൻ സാക്ഷീകരിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ പത്മോസിലേക്ക് പോകേണ്ടി വന്നത്. എന്താണ് താൻ കണ്ടത്? അവൻ യേശുക്രിസ്തുവിനെ അവൻ അറിയാം. അവനനുഭവിച്ച വേദനകൾ അവൻ അറിയാം. അവനനുഭവിച്ച പങ്കപ്പാടുകൾ അവൻ അറിയാം. അവൻ അതിനെ സാക്ഷീകരിച്ചു. എല്ലാ തലങ്ങളിലും അവൻ അതിനെ ഉയർത്തി. അതുകൊണ്ട് ആ സാക്ഷ്യ നിമിത്തം യോഹന്നാൻ പത്മോസിലേക്ക് കടന്നു പോകേണ്ടി വന്നു. ഞാൻ പറയട്ടെ, യേശുവിനെ സാക്ഷിക്കുമെങ്കിൽ, യേശുവിനെ നീ അനുഭവിച്ചുവെങ്കിൽ, യേശുവിന്റെ മഹിമയെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുവെങ്കിൽ നീ മൗനമായിരിക്കത്തില്ല. നീ എവിടെയും സാക്ഷിക്കുക തന്നെ ചെയ്യണം. അവൻ വിഷയാഭോജനത്തിൽ പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികൾ ആണ്. അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ മഹിമ കണ്ട ഒരു ദൈവമല്ല മൗനമായിരിക്കാൻ കഴിയുന്നില്ല. അവൻ എവിടെയും സാക്ഷിക്കുക. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നടത്തിയ അവൻ അവിടെ യേശുവിനെ പറയുക. അവനെ ജീവനിൽ കൊണ്ടിട്ട അവൻ അവിടെ യേശുവിനെ പറയുക. അവനായിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം അവൻ യേശുവിനെ പറയാൻ കഴിയത്തില്ല. കാരണം അത്ര ഭയങ്കരമായ അവയെ സ്വന്തം സാക്ഷ്യമാണ് അവൻ പറയുവാനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. കണ്ടതൊക്കെ സാക്ഷീകരിച്ചു. 3-ാം വാക്യം നമുക്ക് ശ്രദ്ധയിലേക്ക് വരാം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഈ പ്രവചനത്തിൽ ഒന്ന് വായിക്കും. 3-ാം വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത്
പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. ഇങ്ങനെ ഓരോരോ സെന്റൻസായി പ്രസംഗിച്ചു പോകുക ബുദ്ധിമുട്ടാണ്. പഠിപ്പിക്കാനാണെങ്കിൽ നമുക്ക് നിന്ന് ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കാം. എങ്കിലും ആവോളം ശ്രമിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കൂ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഈ പ്രവചന പുസ്തകത്തിലെ ആമേൻ അല്ലെങ്കിൽ ഈ പ്രവചന ഗ്രന്ഥത്തെ വായിച്ചു കേൾപ്പിക്കുന്നവന്, ഇതിൽ ആമേശ്വരങ്ങളെ ഇത് അവയെ വായിക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നവനും ഭാഗ്യവാൻ. അതിൽ 3 കൂട്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ പറയട്ടെ, ഈ പുസ്തകം ആരെങ്കിലും നീ വായിച്ചൊന്ന് കേൾപ്പിക്കുമെങ്കിൽ അത് നിനക്ക് ഒരു ഭാഗ്യപദവി കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. സോ 2, ഇത് വായിക്കുന്നത് ആരോ അവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ഈ പുസ്തകം നിനക്ക് വായിക്കാൻ ഒരു അവസരം ദൈവം തന്നെങ്കിൽ നീ തള്ളിക്കളയരുത്. അത് വായിച്ചുകൊള്ളുന്ന അനുഗ്രഹമാണ്. ഞാൻ ഇടയ്ക്ക് കാര്യം വിട്ടുപോയി. സോ ഇന്ന് യൂത്ത് മീറ്റിംഗ് ഉള്ളതാണല്ലോ. യോഗാനന്തരം യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കാൻ. സോ 3, ഇതിൽ എഴുതിയിരിക്കുന്നത് അത് പ്രമാണിക്കുന്നവൻ ആരായാലും അത് പ്രമാണിക്കുമെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. സോ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 ഭാഗ്യമണ്ഡലങ്ങളെ നമുക്ക് കാണുവാനായി കഴിയും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം വാക്യം 3-ാം വാക്യത്തിൽ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും എഴുതിയിരിക്കുന്നവനും ഭാഗ്യവാൻ. ഇനി 14-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. 14-ാം അധ്യായം 13-ാം വാക്യം. സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. 2-ാമത്തെ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കർത്താവിൽ മരിക്കുന്നവൻ ഭാഗ്യവാൻ. കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാണ്. കർത്താവിൽ മരിക്കണമെങ്കിൽ അതൊക്കെ വിഷയമായി എടുത്തു പോയാൽ അങ്ങനെ പോകാം. അത് പറ്റത്തില്ല. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം, കർത്താവിൽ ജീവിക്കണം. ആമേൻ. ചുമ്മാ കർത്താവിൽ മരിക്കത്തില്ല. ഹല്ലേലൂയ. ആരെങ്കിലും ചാവുമ്പോൾ ശുശ്രൂഷിക്കാൻ പറഞ്ഞയാള് പറയും, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. കണ്ടും കുടിച്ച് നിന്നു പിടിച്ച് യേശുവിനെ എന്ന് കേട്ടാൽ ഹല്ലേലൂയ. ആമേൻ. കാലുവിടക്കി അടിച്ച് ജീവിക്കുന്ന ഒരുവൻ മരിച്ചാൽ അവൻ കർത്താവിൽ മരിക്കുന്നവനാകത്തില്ല. ഹല്ലേലൂയ. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം. ആമേൻ. ഒരിക്കൽ നിൽക്കുന്ന കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം പ്രാപിക്കാൻ നിനക്ക് കഴിയാതെ പോകും. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് കർത്താവിൽ ഒരു മരണം ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവരാജ്യം പ്രാപിക്കാൻ നിനക്ക് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വീണ്ടും ജനനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ഹല്ലേലൂയ അവന്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം കേൾക്കുന്ന വ്യക്തി ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചാൽ, യേശുവിനെ അവൻ അംഗീകരിച്ചുകൊണ്ട് ഒരു പുതുജനനത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ അവൻ മരിച്ചാൽ കർത്താവിലാണ് മരിക്കുന്നത്. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. അവൻ ഇവിടെ 2ാമത് പറയുന്നു, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാ വാക്യവും വായിച്ചു പോകണമോ ഇങ്ങനെ? ഹല്ലേലൂയ എന്ന് ഞാൻ ചിന്തിച്ചു പോകുകയാണ്. ഹല്ലേലൂയ. 16-ാം അധ്യായം 15-ാം വാക്യം കൂടെ വായിച്ചട്ടെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ. തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവൻ ജീവിതം സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. ജീവിതവും സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. ഈ ബ്രദർക്കാരുടെ ഒരു സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡി തെറ്റല്ല. അവർ പഠിപ്പിക്കുന്ന ഒരു സ്റ്റഡിയെ പെന്തക്കോസ്തുകാരായി നമ്മൾ തന്നെ അവഗണിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ഇറങ്ങരുത് പറയും. അതിന് ഞാനത് ഈ സഭയുടെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പഠിപ്പിക്കാം. ഹല്ലേലൂയ. അതിനെ എടുക്കുന്ന ഈ മോശം ഒരു കാര്യം എടുത്ത് വെച്ചാൽ പെന്തക്കോസ്തുകാർ തെറ്റായിട്ടാണ് വ്യാഖ്യാനം. വാസ്തവത്തിൽ തെറ്റായ വ്യാഖ്യാനമാണ്. വ്യാഖ്യാന ശാസ്ത്രം പഠിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന രക്ഷ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുന്നില്ല എങ്കിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ജീവിതം ക്രമപ്പെടുത്തിക്കൊള്ളണം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം പദവികൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. സ്വന്തം പറഞ്ഞാണ്. ഈ ലോകത്തിലെല്ലാം ഉള്ളവൻ
ഭാഗ്യവാനെന്ന് ആളുകൾ ചെറുപ്പം പറഞ്ഞാല് എല്ലാം ഉണ്ടായിട്ട് അവസാനം മരിക്കുമ്പോൾ ദുഷ്ടനെന്ന് പറഞ്ഞിട്ട് ധാരാളം പേരെ കേൾക്കാം. നമ്മുടെ ജീവിതത്തില് ദൈവം നമുക്കൊരു ജീവിതം തന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിക്കണം, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം. അവർ ഭാഗ്യവന്മാരാണ്. ഇത് പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വാക്യങ്ങൾ തരാം. 19-ാം അധ്യായം 9-ാം വാക്യം പെട്ടെന്ന് വായിക്കണേ ആരെങ്കിലും ഒക്കെ. 19-ാം അധ്യായം 9-ാം വാക്യം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അടുത്ത് പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അടുത്ത സ്വന്തം വിവരിക്കാൻ പോകാം. 20-ാം അധ്യായം 6-ാം വാക്യം. ഒന്നാമത്തെ അത് വിവരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് പിന്നീട് അത് വിവരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം വരുമ്പോൾ ചിന്തിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ കർത്തൃകാലം ധരിക്കുമ്പോൾ കഥാമുതൽ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ മക്കളെ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഇത് കൈയടിപ്പിക്കുന്ന ദൂതല്ല, പക്ഷേ നിന്നെ എന്നെ സ്പർശിക്കുന്ന ദൂത. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതിനകത്ത് വിടുതലുണ്ടെന്നേ. ഈ വചനം കൊണ്ട് നീ ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അതിനൊന്നും നിങ്ങൾ സംശയിക്കേണ്ട. ഒരു പക്ഷേ അയ്യോ ഇപ്പൊ കുറേ ദിവസമായിട്ട് നമ്മുടെ പ്രസംഗം എല്ലാം വേറെ രീതിയാക്കി എന്നൊന്നും ധരിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഒന്നാം ഒരു സ്ഥാനം എന്ന് പറയുന്നത് കഥാവായ യേശുക്രിസ്തു ആകാശമേഘങ്ങളിൽ വരുന്ന വരവ് സംഭവിക്കുന്നതാണ്. ആ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവർക്ക് രണ്ടാം മരണത്തിൽ എന്തില്ല, പങ്കുള്ള നരകത്തിലേക്ക് പോകേണ്ടി വരത്തില്ല. അപ്പോ ഭാഗ്യവാൻ ആര്? ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ. എന്നടുത്ത് വായിച്ച 22-ാം അധ്യായം 7-ാം വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. നോക്കൂ, ഈ പുസ്തകത്തിൽ അവയെ പറഞ്ഞിരിക്കുന്നത് പ്രവചനങ്ങളാണ്. 381 പ്രവചനം. ഈ പ്രവചനങ്ങളെ ആര് പ്രമാണിക്കുമോ അവൻ ഭാഗ്യവാൻ. സ്തോത്രം പറഞ്ഞാണ്. ഇനി 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ട്. അവരുടെ ഗോപുരങ്ങളിൽ കൂടി തങ്ങളുടെ വസ്ത്രം അലയ്ക്കുന്നവർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അവയെ വല്ലപ്പോഴും ഒക്കെ കറയൊക്കെ പറ്റിയെന്ന് വരാം. ഈ ഭൂമിയിലെ ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എത്ര വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ വലിയൊരു കുഴപ്പങ്ങളൊക്കെ വന്ന് കയറും. സ്വന്തം മൗനമാസങ്ങൾ പറയുന്നുണ്ട് എന്ത് ചെയ്ത് ജീവിക്കാനുള്ള ലൈസൻസ് തരുന്നതല്ല. സ്വന്തം മനുഷ്യരാണെങ്കിൽ തെറ്റുകുറ്റങ്ങള് അല്ലെങ്കിൽ കുറവുകളും ഒക്കെ സംഭവിക്കും. പക്ഷെ അലക്കിക്കൊണ്ടിരിക്കണം. ഞാനിതാ ഈ വസ്ത്രം ഇട്ടേക്കുക, എനിക്കറിയാം രാവിലെ നല്ലതായിട്ട് കഴുകി തേച്ച വസ്ത്രമായിട്ടേക്കില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് എനിക്കറിയാം കഴുത്തിന്റെ ഭാഗമൊക്കെ ഇത് കറുത്തു തുടങ്ങിയിട്ടുണ്ട്. കൈയുടെ ഭാഗങ്ങൾ അവയെ കറുത്തോടെ എന്താ കാര്യം? എന്റെ ശരീരത്തിൽ വന്നെടുക്കുന്ന ചില പൊടിവിടങ്ങളിലും എന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പും മൂലം ഈ ഷർട്ടിൽ അവയെ അഴുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഈ ഷർട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്ന ഈ യോഗം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ പോയി ഉടനെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ടുവയ്ക്കും. ഇല്ലെങ്കിൽ കുറെ കഴിഞ്ഞ് നിലപ്പെടുത്തി ഞാനിതിനെ കഴുകും. അടുത്ത പ്രാവശ്യം ഞാൻ എടുക്കുമ്പോൾ കഴുകി തേച്ചെടുത്ത് ഇടത്തുള്ളൂ. അതുപോലെ ജീവിതത്തെ ദിനവും ഒന്ന് കഴുകിക്കൊണ്ടിരിക്കണം. തങ്ങളുടെ വസ്ത്രം അലക്കി സൂക്ഷിക്കുന്നവർ അലക്കിയിട്ട് എവിടെയൊന്നും കൊണ്ടുവരരുത്. അലക്കി വയ്ക്കും. വയ്ക്കേണ്ടിടത്ത് തന്നെ വയ്ക്കണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, അപ്പോൾ തങ്ങളുടെ വസ്ത്രം അലക്കി സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ 7 വിധ ഭാഗ്യവാന്മാരെ കുറിച്ച് 7 ഭാഗത്ത് ഭാഗ്യവാന്മാരാണെന്ന് ആരത്തെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായി കഴിയുന്നു. അതുകൊണ്ട് ഈ പുസ്തകം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കരമേറുന്ന സ്തോത്രം പറഞ്ഞാണ്. ഒരു അല്പസമയം കൂടി ഞാൻ എടുത്ത് വിഷയത്തിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് യൂത്ത് മീറ്റിംഗ് നടത്താം. അത് മതിയല്ലോ. നമുക്ക് 12 മണിക്ക് യൂത്ത് മീറ്റിംഗ് തുടങ്ങിയാൽ മതിയല്ലോ. ഒരു 10 മനുഷ്യരുടെ കൂടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ സാധാ സമയത്ത് നടത്തും. ഇനി അതിന്റെ 4
4-5 വാക്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആമേൻ. വെളിപ്പാട് പുസ്തകം 4-5 വാക്യങ്ങൾ. ആ ആ ആ മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കരവേൽക്ക് സ്വന്തം പറഞ്ഞാട്ടെ. അമ്മേ തലച്ചോറൊക്കെ കൊണ്ടുവരാണ്. എന്നെ പോലെ ഓർമ്മയില്ലാത്തവരൊന്നല്ല ഇവിടെ ഇരിക്കുന്നവർ. ഈ പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം വെളിപ്പാട് പുസ്തകം കൂടെ കാണാതെ പഠിച്ചിരിക്കും. ഹല്ലേലൂയ. ഒന്ന് സ്വന്തം പറയാൻ എനിക്കാണെങ്കിൽ ഓർമ്മ നിൽക്കുന്നില്ല. എനിക്ക് ഓർമ്മ കൂട്ടി നിൽക്കുന്നയാളല്ല. അതുകൊണ്ട് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ അത് വയ്ക്കുന്നതാണ്. സ്വന്തം അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ശക്തി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാപ്പാടമായി കാണാതെ പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കാം. നോക്കൂ, സ്വന്തം 1-4-5 വാക്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിന്റെ 4-ാം വാക്യം യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ഏഷ്യ മൈനർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ റോമൻ പ്രവിശ്യയായിരുന്നു. അത് തുർക്കിയുടെ പ്രദേശമാണ്. ഇന്നത്തെ തുർക്കിയുടെ പ്രദേശമാണ്. ഹല്ലേലൂയ. അവിടെ ഉള്ള 7 സഭകൾക്കും എഴുതുന്നു എന്നാണ് എഴുതുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ 7 സഭയെ ഉണ്ടായിരുന്നു എന്ന അർത്ഥമില്ല. കാരണം ബൈബിളിനകത്ത് നമുക്ക് വേറെയും സഭകളെ കാണുവാനായി കഴിയും. ഞാൻ 1-2 സഭകളെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം എടുത്ത് വായിക്കും. കൊലോസ്യർ 4:13 4:13 2 വാക്യം ഒന്ന് വെച്ചാട്ടെ. കൊലോസിയിലുള്ള വിശുദ്ധന്മാരും അപ്പൊ കൊലോസിയിലൊക്കെ എന്തുണ്ടായിരുന്നു? സഭ ഉണ്ടായിരുന്നു. അതിന്റെ 13-ാം വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വയ്ക്കുകയും ചെയ്ത പിതാവിന്റെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തു. കൊലോസ്യർ 4:13 അത് വേറെ ലേഖനമല്ലേ? നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും വായിച്ചോ ഇല്ലേ? ഹീറപ്പൊലീസിലുള്ളവർക്കും. അപ്പൊ നമുക്ക് കൊലോസിയിൽ സഭയുണ്ട്, ഹീറപ്പൊലീസിൽ സഭയുണ്ട്, ത്രോവാസിൽ സഭയുണ്ട്. കൊരിന്ത്യലേഖനം പഠിക്കും ത്രോവാസിലുണ്ട്. അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ മിലത്തോസിലുണ്ട്. ഇവിടെ എല്ലാം സഭയുണ്ട്. 7 സഭകൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള സകല സർവത്ര സഭകൾക്കും എഴുതുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കരവേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. ഇവിടെ കാട്ടുപള്ളിയിലുള്ള ഇവിടത്തെ സഭയടക്കം എല്ലാവർക്കും കൂടെ തന്നെ എഴുതിയതാ. അതുകൊണ്ട് ആസിയാമയിലുള്ള റോമൻ പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ തുർക്കിയുടെ പ്രദേശത്തുണ്ടായിരുന്ന 7 സഭകൾക്ക് മാത്രമല്ല സർവത്ര സഭകളോടുമുള്ള ദൂതായത്. സ്തോത്രം പറയാൻ ആ സഭകളോട് കർത്താവ് പറയാ, ഞാൻ ആരെന്നറിയാമോ? ഇവിടെ ആ സഭയോട് പറയാണ്. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന വാക്യം 1-4 വാക്യം, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവ്. അങ്ങനെ വായിച്ചത് എന്താ ഇത് കാണിക്കുന്നത്? ഇത് ഈ വാക്യം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതല്ല, പിന്നെ തികച്ചും ദൈവത്തെ കുറിച്ച് തന്നെ സംബോധന ചെയ്യുന്ന വാക്യമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വാക്യം 8-ലുണ്ട്. ഞാൻ പിടിച്ചിട്ടേക്കാം. എന്നാൽ ഈ വാക്യം യേശു ക്രിസ്തുവും പിതാവും ഒന്ന് തന്നെയാണ്. പക്ഷെ പിതാവായ ദൈവത്തെ തന്നെ സംബോധന ചെയ്യുകയാണ്. അവിടെ പറയുകയാണ്, ദൈവം ആരെന്നറിയാമോ? അവൻ ഇരിക്കുന്നവൻ, അവൻ ഇരുന്നവൻ, അവൻ ആവേശം വരുവാനുള്ളവൻ, എന്ന് പറഞ്ഞ എല്ലാ യുഗങ്ങളിലും ദൈവം തന്നെയാണ്. അവന് മാറ്റമില്ല. ഇന്ന് മുതൽക്കാലം കേട്ടോ, ഇന്നലകളിലും അവൻ ദൈവം തന്നെ, ഇന്നകളിലും അവൻ ദൈവം തന്നെ, നാളെയും അവൻ ദൈവം തന്നെ. ദൈവത്തിന് പൗലോസിന്റെ വാക്കുകൊണ്ട് ഞാൻ ചേർത്ത് പറയാം, ഏതെങ്കിലുമായ
ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കുന്നില്ല. അവന് മാറ്റമില്ല. ഇന്നലെ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു എങ്കിൽ, നാളെയും ഈ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരെല്ലാ യുഗങ്ങളിലും അവൻ ദൈവം തന്നെയാണ്. അവിടത്തേക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് ബൈബിൾ അസന്നിഗ്ധമായി ഇന്ന് പകൽക്കാലം ദൈവസഭയോട് വിളിച്ചു പറയാം. എവിടെ? അതേ സാർവത്രിക സഭകളോട് പറയാം, ദൈവം എന്നൊരുവനുണ്ടെങ്കിൽ അവൻ ഇന്നലെ ഇരുന്നവരാണ്, ഇന്ന് ഇരിക്കുന്നവരാണ്, നാളെയും ഇരുന്നുകൊണ്ടിരിക്കുന്നവരാണ്, നാളെയും ഇരിക്കുന്നവരാണ്. അവന് യാതൊരു വിധത്തിലുള്ള വാദഭേദമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ സംഭവിച്ചിട്ടില്ല. അവൻ നിലവിളിച്ചവൻ പ്രാർത്ഥന കേൾക്കുക, ഉപവസിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുക, അവൻ കാര്യങ്ങൾ കരച്ചവരുടെ ശബ്ദം കേൾക്കുക. ഏതൊരു സാഹചര്യത്തിന്റെ നടപടി ആയിരുന്നാൽ അപ്പോഴെല്ലാം ഈ ദൈവാലയത്തിന്റെയും എന്നെ സഹായമാണ് കഴിയുമെന്നെ ആമേ പതിനാല് സർവശക്തനായ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇരിക്കുന്നവരുമായി ദൈവം ബാക്കി വായിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോഴും വായിച്ചാലേ എനിക്ക് ഇവിടെ തുടരാൻ പറ്റത്തുള്ളൂ. അവിടെ ഇരിക്കുന്നു നിന്ന് അവന്റെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കൾ. ബൈബിളിൽ വിവിധ സിംഹാസനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അത് എടുക്കുന്നില്ല. നമുക്ക് ഭാവിയിൽ ആ സിംഹാസനങ്ങളെ കുറിച്ച് ചിന്തിക്കാം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് വിവിധ സിംഹാസനങ്ങൾ 7 സിംഹാസനം ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്, 5 സിംഹാസനങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ പഠിച്ച നമുക്ക് 7ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ സിംഹാസനങ്ങളെ നമുക്ക് പിന്നീട് ചിന്തിക്കാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു വിടാം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കിടന്നപ്പോൾ മഹിമാസനത്തിലാണ് കടന്നുപോയത്. മഹിമാസനം എന്ന് പറയും എബ്രായലേഖനം 8-1 വാക്യത്തിൽ അതുകൊണ്ട്. എന്നാൽ മഹിമാസനത്തിലേക്ക് കടന്നുപോയവൻ ഇപ്പോൾ ഇരിക്കുന്നത് കൃപാസനത്തിലാണ്. ഇനിയും പറഞ്ഞാൽ മഹിമാസനവും കൃപാസനവും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. കരമേൽക്കുന്ന സ്വന്തം പറഞ്ഞാണ്. ഹല്ലേലൂയ. അവൻ ദൈവമായ അവൻ ദൈവമാകുന്നു എന്ന് നിലയിക്കുന്നു. അപ്പോൾ തന്നെ അവൻ കൃപ കാണിപ്പാനായി കൃപയുടെ വാസനത്തിൽ അവൻ ഇരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. കരകേന്ദ്രപ്രധാനത്തെ അവൻ മഹിമാസനത്തിലേക്ക് കയറിപ്പോയവൻ ഇന്ന് കൃപാസനത്തിൽ ഇരിക്കുക. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളോട് കൃപ കാണിക്കുക. നാം പ്രാർത്ഥിക്കാറില്ല, ദൈവമേ എന്നോട് കൃപ കാണിക്കണമേ, എന്നോട് ദയ കാണിക്കണമേ, എന്റെ കുടുംബത്തോട് കൃപ കാണിക്കണം, എന്റെ തെറ്റുകൾ ഓർക്കരുത്, ഒന്നുകൂടെ കൃപ, ഒന്നുകൂടെ കൃപ എന്റെ മേൽ പകരണമേ എന്നാൽ ഞാൻ നിങ്ങളും മാമി പ്രവർത്തിക്കുക. അവൻ നമ്മുടെ മേൽ കൃപ പകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അവൻ കൃപാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇത് കഴിയുമ്പോൾ തന്റെ സമുദ്രത്തെ ചേർത്ത് കഴിഞ്ഞ യേശു കർത്താവ് ഇരിക്കുന്ന അത് അടുത്ത ന്യായാസനമാണ്. ന്യായാസനം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഈ ഭൂമിയിലേക്കുള്ള വരവ് അവൻ സഹസ്രാബ്ദവാഴ്ചയിൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കും. എന്നിട്ട് അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ജാതികളെ അവൻ ന്യായം വിധിക്കും. അത് കഴിഞ്ഞാൽ ഒരു വെള്ള സിംഹാസനം പ്രത്യക്ഷമാകും. ഏറ്റവും ഒടുവിലായി ദൈവത്തിന്റെ ഈ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ അവൻ ഇരുന്നുകൊണ്ട് നിത്യകാലം സ്തോത്രം പറഞ്ഞാണ്. ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. ഞാനിപ്പോ അധികം വിവരിക്കാതെ കൂടുന്നതേ ഉള്ളൂ. ഒന്ന് നിങ്ങൾക്ക് വായിട്ടൊന്ന് തന്നു, ശ്രദ്ധയിലും ഇരുന്നോട്ടെ. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്ന് സിംഹാസനങ്ങളുടെ മുമ്പിലുള്ള 7 ആത്മാക്കൾ എന്ന് പറയുന്നത് ദൈവ സിംഹാസനം എന്തിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുക. ഇനി പറഞ്ഞ 7 ആത്മാക്കൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. 7 പരിശുദ്ധാത്മാവില്ല, ഒരു പരിശുദ്ധാത്മാവേ ഉള്ളൂ. അപേക്ഷകളിൽ 7 ഞാൻ പറഞ്ഞ പൂർണ്ണതയുടെ സംഖ്യയാണ്. പരിശുദ്ധാത്മാവ് പൂർണ്ണ
പൂർണ്ണതയുള്ള പരിശുദ്ധാത്മാവിനെ ഇവിടെ വെളിപ്പെടുത്തുന്നതാ. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. ഇനിയും പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തെ പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണ്ണത വ്യക്തമാക്കുന്ന 7 സ്വഭാവത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവിന്റെ 7 വിധ സ്വഭാവം അവിടെ നമുക്ക് കാണാം. വായിച്ചട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. പെട്ടെന്ന് അവന്റെ മേൽ ഒന്ന് യഹോവയുടെ ആത്മാവ് ആവസിക്കുന്നു. അത് ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയും വെള്ളത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ 7 വിധമായ ദിവ്യ സ്വഭാവങ്ങൾ വിശിഷ്ടത്തെ ശുശ്രൂഷകളെയുമാണ് അമ്മേ ഈ 7 എന്ന് പറയുന്നത് കാണിക്കുന്നത്. കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാൽ അമ്മേ ഒന്നുകൂടെ വായിച്ചോളൂ. നോക്കൂ, അവന്റെ ഒന്ന് യഹോവയുടെ ആത്മാവ് അവനിൽ വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണ്. കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് സിംഹാസനത്തിൽ ഇരിക്കുന്ന അവന്റെ കാമേശ്വര സിംഹാസനത്തിൽ ഇരിക്കുന്ന 7 ആത്മാവിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിംഹാസനം ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്ന ഇനി ദൈവിക സ്വഭാവമായ വിശിഷ്ടതകളെയാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടുന്നത്. അത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. ഒരുവനിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവൻ ജ്ഞാനമുള്ളവനായി മാറുന്നു. ഒരുവനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വിവേകമുള്ളവനായി മാറുന്നു. ഒരുവനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പരിജ്ഞാനമുള്ളവനായി മാറുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിലേക്ക് ആത്മാവ് ഒരുവനിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്വന്തം പറഞ്ഞാണ് അവയെ പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽക്കാണ് എന്നിലും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഈ മാറ്റങ്ങൾ കാണുവാൻ കഴിയാം. അത് ദിവ്യ സ്വഭാവത്തിന്റെ വൈശിഷ്ടതയാണ്. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. ഇനിയുള്ള കാര്യങ്ങൾ ഓടിച്ചൊന്നു പോയി ഈ ഭാഗം കൊണ്ട് ഇന്ന് മുൻകാലം അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമുക്ക് സിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്ന് അടുത്ത് പറയാം വിശ്വസ്ത സാക്ഷിയും. യേശുവിനെ കുറിച്ച് പറയുക. അവൻ ആര്? അവൻ വിശ്വസ്ത സാക്ഷിയും. അവൻ മരിച്ചവരിൽ ആദ്യ ജാതനും ആയ യേശു ക്രിസ്തു. സ്തോത്രം പറഞ്ഞാണ്. യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അവൻ ആരാണ്? വിശ്വസ്ത സാക്ഷിയാണ്. കരമേൽക്കുന്ന സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വസ്ത സാക്ഷി എന്ന് പറഞ്ഞാൽ സത്യമായത് എപ്പോഴും വിശ്വസിക്കാൻ കൊള്ളാകുന്നതുമായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നവനാണ്. ബൈബിളിൽ സദൃശവാക്യത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വളരെ കൂട്ടമായ വാക്യമാണ്. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്യം. ആമേൻ. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പിനെ എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു കൊള്ളുന്നു. കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാണ്. അഞ്ചാം വാക്യം വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയില്ല. നോക്ക്, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അവൻ ആരെന്നറിയുമോ? പറഞ്ഞുകൊടുക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് ആരാ? വിശ്വസ്ത സാക്ഷിയാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുവിന് എന്തെങ്കിലും ഒരു ഭോഷ്കുണ്ടോ? ബൈബിൾ പറയുന്നു അവൻ ഭോഷ്കില്ലാത്ത ദൈവം. കരമേൽക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. മനുഷ്യരെല്ലാം ഭോഷ്ക് പറയുമ്പോൾ ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അവന് ഭോഷ്ക് എന്ന് പറഞ്ഞതില്ല, നുണയെന്ന് പറഞ്ഞതില്ല. അതുകൊണ്ട് ബൈബിള് യേശുവിനെ വിളിച്ചു പറയുക അവൻ ആര്? വിശ്വസ്ത സാക്ഷിയാണ്. ഇന്ന് മുതൽക്കാലം എന്തെങ്കിലും നിങ്ങളെയും അമ്മയെ സ്തോത്രം ചൂണ്ടിക്കൊണ്ട് ഈ വചനത്തിൽ പറയുവാനുള്ളത് നാം വിശ്വസ്ത സാക്ഷികളായിരിക്കണം. കരമേൽക്കുന്ന സ്തോത്രം സത്യമായത് എപ്പോഴും വിശ്വസിക്കാൻ കൊള്ളാകുന്നതുമായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നവരായിരിക്കണം ദൈവസഭ. ദൈവമേ, കൊള്ളാകുന്നതല്ലാത്തത്, സത്യമല്ലാത്തത് നീ ഒരിക്കലും ജ്ഞാനങ്ങൾ പ്രസ്താവിക്കരുത്. കാരണം
ദൈവം നമ്മൾ വാസം ചെയ്യുന്നവനായ കർത്താവ് അവൻ വിശ്വസ്ത സാക്ഷിയത്രേ. രണ്ടാമത് പറയുന്നത് മരിച്ചവരിൽ ആദ്യജാതൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മരിച്ചവരിൽ ആദ്യജാതൻ. ഹല്ലേലൂയ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അടുത്ത് സഭയോട് പറയുക, അവൻ ആരെ? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ കാണാത്ത ദൈവത്തിന്റെ പ്രതിമയാണ് യേശു. പിന്നെ അവനെ കുറിച്ച് പറയുന്നു സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. എന്നാൽ യോഹന്നാൻ എഴുതുകയാണ് അവൻ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുന്ന അർത്ഥം വന്നാണ് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് വായിച്ചട്ടെ. ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി മാറുവാൻ കാരണം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജഡം സംബന്ധിച്ച് അവൻ ജനിച്ചതുകൊണ്ടാണ്. അടുത്തത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കരമുടികൾക്ക് സ്വന്തമാണ്. എന്താ യേശുവിനെ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയാൻ കാരണം? നോക്കൂ, യേശു മരിച്ചപ്പോൾ മരിച്ച സമയത്ത് മരിച്ചവർ പലരുമുണ്ട്. എന്നാൽ മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തപ്പോൾ കൂടെ പലരും ഉയർത്തു. അല്ലേ? യേശുവിനെ അടക്കം ചെയ്യുമ്പോൾ തന്നെ അവർ എന്തിയോ പലരും ഉയർത്തു. യേശു പഴയ നിയമത്തിനകത്തും ഇങ്ങനെ ഉയർപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഉയർത്തവരെല്ലാം വീണ്ടും മരിച്ചിട്ടുണ്ട്. എന്നാൽ യേശു അവൻ പിന്നീട് മരിച്ചില്ല. സ്വന്തമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 34-ാം വാക്യം കൂടെ നമുക്ക് അവിടെ ചേർത്തൊന്ന് പഠിക്കാം. ഒന്ന് വായിച്ചട്ടെ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവയെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് മരിച്ച സ്ഥലത്തിലേക്ക് അവൻ ഇനി എന്തില്ല, തിരിച്ചു പോകുന്നില്ല. കരവിയത്തിന് സ്വന്തം പറഞ്ഞാട്ടെ. ഒന്നും വായിച്ചട്ടെ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം മറ്റുള്ളവരെല്ലാം ദ്രവത്വത്തിലേക്ക് തിരിഞ്ഞപ്പോൾ യേശുവിനെ ഉയർപ്പിച്ചു തന്റെ ആത്മാവ് ഇവരുടെ ദ്രവത്വത്തിലേക്ക് പോകാൻ പിന്നെയും അനുവദിച്ചില്ല. സ്വന്തം പറഞ്ഞാണ് ഹല്ലേലൂയ എന്ന് പറയാൻ യേശു അവൻ ഒരിക്കൽ മരിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, അവൻ ഒരിക്കൽ ഉയർത്തത് യാഥാർത്ഥ്യമാണെങ്കിൽ അവൻ പിന്നെയും ദ്രവത്വത്തിലേക്ക് പോയിട്ടില്ല. അവനിപ്പോൾ മഹിമയുടെ വലഭാഗത്ത് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ആമേൻ. ചിലരൊക്കെ വേണ്ടാത്ത നുണക്കഥകളൊക്കെ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്. യേശു വീണ്ടും മരിച്ചതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ധാരാളം പ്രസംഗികളുണ്ട്. പക്ഷെ അവൻ ഒരിക്കൽ മരിച്ചു, അത് യാഥാർത്ഥ്യമാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി ലോകത്തിലേക്ക് വെളിപ്പെടുവാൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ ഹല്ലേലൂയ അവൻ ഒരിക്കൽ മരിച്ചു. പക്ഷെ മരിച്ചവനെ പിന്നെ ദ്രവത്വത്തിലേക്ക് അയച്ചിട്ടില്ല. അവൻ ഇന്ന് മനോഹര മഹിമയുടെ വലഭാഗത്ത് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ യാചനകൾക്ക് മറുപടി ലഭിക്കുന്നത്, അതുകൊണ്ടാണ് അവന്റെ പക്ഷപാതം നമുക്കുള്ളത്. അവൻ അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നു അവൻ വിശ്വസ്ത സാക്ഷി, മരിച്ചവൻ ആദ്യജാതൻ. ഇനി അപേക്ഷ ഒരു കാര്യം കൂടെ പറയുന്നു, ഒന്നുകൂടെ നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. 3 ഭൂരാജാക്കന്മാർക്ക് അവൻ അധിപതി. ഹല്ലേലൂയ. സ്വന്തം അവൻ എന്ന് പറഞ്ഞാൽ അവൻ സിംഹാസനത്തിൽ ഇരുന്ന് വാഴാൻ പോകുന്ന അവൻ
ഭാവിയിൽ വാഴാൻ പോകുന്ന രാജാവിനി രാജാവെന്ന പദവിയെയാണ് ഇവിടെ അത് പ്രകടമാക്കുന്നത്. അവിടെ പറയുന്നതൊക്കെ അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ 2-3 വാക്യം വായിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അവൻ എബ്രായർക്കെതിരെ ലേഖനം 7-ാം അധ്യായം 17-ാം വാക്യത്തിലിട്ട് നമ്മൾ വരുമ്പോൾ അവിടെ സ്വന്തം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മൽക്കി ഒന്ന് വായിച്ചോ. നീ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കുമുള്ള ആരെന്ന പുരോഹിതൻ ആയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ കുറിച്ച് പറയാം. നീ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം രാജകീയ മഹാപുരോഹിതനാണ്. നമുക്ക് മൽക്കീസേദക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ വിവരിക്കാതെ ഞാൻ അവയെ വാക്യമെടുക്കാതെ പറയാം. മൽക്കീസേദക്കിനെ കുറിച്ച് പഠിച്ചാൽ അബ്രഹാം സ്വന്തം യുദ്ധം ചെയ്ത് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ മൽക്കീസേദക്ക് അന്ന് രാജാവാണ്, അതൊരു പുരോഹിതനാണ്. സ്തോത്രം പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ അതേ ക്രമപ്രകാരം യേശുവും രാജകീയ മഹാപുരോഹിതനാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? സ്തോത്രം പറഞ്ഞാണ്. ഇത് തെളിയിക്കാനുള്ള 1-2 വാക്യമുണ്ട് സങ്കീർത്തനങ്ങളിൽ. 89-ാം സങ്കീർത്തനം 37-ാം വാക്യത്തെ വിശ്വസ്ത പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവൻ ഒന്ന് വായിച്ചോട്ടെ. സ്തോത്രം. 37-ാം വാക്യം 89-37. വായിച്ചോ. ആകാശത്തിലെ വിശ്വസ്തത സാക്ഷിയെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെയും. ആമേൻ. വിശ്വസ്ത സാക്ഷി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പ്രവാചകൻ എന്നാണ്. കരമേറുന്ന സ്തോത്രം പറഞ്ഞാൽ ഒരു പ്രവാചകൻ വിശ്വസ്തനായിരിക്കണം. അവൻ പ്രവാചകന്റെ വായിലും അവൻ സത്യമല്ലാത്തതൊന്നും വരാൻ പാടില്ല. അവൻ അങ്ങനെയൊക്കെ യേശു നല്ലൊരു പ്രവാചകനായിരുന്നു. കരമേറുന്ന സ്തോത്രം പറഞ്ഞാൽ സമര്യാസ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് താന് ആരാണെന്ന് അവിടെ വെളിപ്പെടുകയാണ്. ആ സ്ത്രീയോട് പറയാ, അല്ലയോ സ്ത്രീയെ, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവരുമാരല്ല, ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ അവൻ യേശു ആരാണെന്ന് അവിടെ തെളിയുന്നു. അവനൊരു പ്രവാചകനാണ്. യേശുവിനെ പോലെ ലോകം കണ്ടി ഒരു പ്രവാചകൻ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. സ്തോത്രം പറഞ്ഞാണ്. അത്ര വലിയൊരു പ്രവാചകൻ നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ഈ യേശു നമ്മുടെ കൂടെയുള്ളത് ഇനി ഉപദേശിക്കാൻ ആരുടെ ആവശ്യമില്ല. കാരണം സ്തോത്രം പറഞ്ഞാണ് ഇന്ന് മുതൽക്കാലം അത്ര ഭയങ്കരനായ ഒരു പ്രവാചകനാണ് ഞാനെന്നെ കൊണ്ടു നടക്കുന്നത്, എന്നെ ഇങ്ങനെ ഉള്ളത്തിൽ വസിക്കുന്നത്. ആ പ്രവാചകനിരിക്കുമ്പോൾ ഇനി ഒരു പ്രവാചകൻ തേടി പോകണ്ട. ഇതാ സാക്ഷാൽ പ്രവാചകൻ നമ്മുടെ കൂടെ. ഇനി യേശു ഒരു പുരോഹിതനാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാക്യം കൂടി വായിക്കാം. 89-ാം സങ്കീർത്തനം 27-ാം വാക്യം അയച്ചോ. ഞാനവനെ ആദ്യജാതൻ. എന്താ ഈ ആദ്യജാതൻ എന്ന് പറയുന്നത്? ഇസ്രായേലിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് അമേശ്വരത്തിലെ ആദ്യജാതനെയാണ്. കരമേർക്കുന്ന സ്തോത്രം പറഞ്ഞാണ്ട് അങ്ങനെ യേശുവിനെ പറഞ്ഞിരിക്കുന്നത് അവനാരാണ്? ആദ്യജാതൻ. കരമേർക്കുന്ന സ്തോത്രം പറഞ്ഞാണ്ട് മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം നമ്മുടെ കർത്താവ് ആരാണെന്ന് കാണിക്കുന്നു. അവൻ പ്രവാചകനാണ്, അവൻ പുരോഹിതനാണ്. തീർന്നില്ല, അവൻ രാജാവും കൂടി. അതേ വാക്യത്തിനെ വായിച്ചോ. ഞാനവനെ, അത് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. ഞാനവനെ ഭൂരാജാക്കന്മാരെ ശ്രേഷ്ഠമാക്കും. കരമേറുന്ന സ്തോത്രം പറഞ്ഞാണ് യേശുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുക. അവൻ ആരാണ്? അവൻ പ്രവാചകനാണ്. അവൻ ആരാണ്? അവൻ പുരോഹിതനാണ്. അവൻ ആരാണ്? അവൻ രാജാവാണ്. കരമേറുന്ന സ്തോത്രമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളുമെല്ലാം എന്നെയും നിങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമായി, അല്ലെങ്കിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും മറ്റുമാരുമാണ് നമുക്ക് അടുത്ത് പകത്ത് പഠിക്കാറുണ്ട്. ഞാൻ അവിടെ വരുമ്പോൾ പറയാം. ഇനിയും പറഞ്ഞ നമ്മൾ
നമ്മളെല്ലാവരും ആരെന്നറിയാമോ? പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിതന്മാരാണ്. സ്വതന്ത്രം പറഞ്ഞാണ്. നോക്കൂ, അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്ത് ഇസ്രായേൽ ജനം യാഗത്തിനും വരുമ്പോ സമാഗമന കൂടാരത്തിനടുക്കൽ വന്നിട്ട് അവർ പുറത്ത് പ്രാകാരത്തിൽ നിൽക്കുമ്പോ പുരോഹിതനാണ് അവർക്ക് വേണ്ടി യാഗം കഴിക്കാൻ പോകുന്നത്. മഹാപുരോഹിതൻ ആണ്ട് കഴിക്കാൻ പോകും, അല്ലാത്തപ്പോ പുരോഹിതനാണ്. നോക്കൂ, മഹാപുരോഹിതൻ കൃപാസനം വരെ പോവുകയാണ്. എന്നാൽ ഇവിടെ നോക്കൂ, ഇപ്പോൾ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായപ്പോ യെരൂശലേമിന്റെ തുലസിയില മുഖത്ത് താഴെ വരെ രണ്ടായി ചിന്തിപ്പോയി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൃപാസനം വരെ പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ആ നടയിൽ വന്ന അവിടെ ഇവിടെ വരെ വരാം യാതൊരു മറയുമില്ലെന്നർത്ഥം. അങ്ങനെ ഈ കൃപാസനത്തിനടുക്കൽ വരാൻ ആർക്കെ കഴിയത്തുള്ളൂ? പുരോഹിതന്മാർക്ക് കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഇവിടെ എനിക്ക് നമ്മൾ ശ്രദ്ധിച്ചോ, ഞാനും നിങ്ങള് പുരോഹിതന്മാരായി മാറ്റപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ക്രമപ്രകാരം പ്രവാചകനും പുരോഹിതനും രാജാവുമായിരിക്കുന്ന യേശുവിന്റെ അടുക്കൽ വരുക. ഇനിയൊരു മധ്യസ്ഥൻ നമുക്ക് വേണ്ട, നമുക്ക് ഡയറക്റ്റ് എടുത്തു വരാം. ആമേൻ, ആമേൻ. ഇനിയൊരു മധ്യസ്ഥന്റെ ആവശ്യം നമുക്കില്ല. ഹല്ലേലൂയ. ഇനിയൊരു മധ്യസ്ഥന്റെ ആവശ്യം നമുക്കില്ല. അവനോട് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആവേശം പറഞ്ഞ ഏത് പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ഹല്ലേലൂയ ഈ ഇന്ന് കാണുന്ന അനുഭവങ്ങൾ മാറി ഭരണമെല്ലാം യേശുക്രിസ്തുവിന്റെ കരങ്ങൾ വരുന്നൊരു ദിവസമുണ്ട്. അന്നവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് ഭരിക്കുന്ന നാളെടുക്കുന്നുണ്ട്. ലൂക്കോസ് 13 എഴുതിയിട്ടുണ്ട്. അതിൽ പ്രകാരം പറയുകയാണെന്ന് ഞാൻ പറയട്ടെ. അന്ന് യേശു ഭൂരാജാക്കന്മാർക്ക് അധിപതിയായിരുന്നുകൊണ്ട് രാജ്യം ഭരിക്കാൻ പോവുകയാണ്. സകല ഭരണങ്ങളും അസ്തമിച്ചു കഴിഞ്ഞ് എല്ലാ ഭരണവും കയ്യിലെത്തിക്കൊണ്ട് ഒരു ആവേശത്തെ ഭരണാധികാരിയ ഒരു ദിവസം അവൻ വരുന്നുണ്ട്. ആ ദിവസം ആസന്നമായിക്കൊണ്ടിരിക്കുക. അതിനു മുമ്പേ സഭയാം സൗദമേ നമുക്ക് അവയെ വേണ്ടി ആ കാരണനാമം ഒരുക്കുമ്പോ ആ മധ്യമാകാശത്തിൽ അവിടെ നമ്മെ ചേർക്കുവാൻ വരുമ്പോ അവിടേക്ക് പോകുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് വന്നൊരുക്കാം. അപ്പോൾ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോ നമുക്ക് അവിടത്തോട് നേരിട്ട് പോകാം. നമുക്കൊരു പുണ്യവാനും വേണ്ട, നമുക്കൊരു സഹരക്ഷകയും വേണ്ട, നമുക്കൊരു നിത്യ കന്യയും വേണ്ട, നമുക്കൊരു യോസേഫും വേണ്ട. നമുക്ക് ഡയറക്റ്റ് പോകുവാൻ അവൻ നമ്മെ പുരോഹിതന്മാരാക്കി വച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് അവിടെ സഹിച്ചത് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. അവിടെ